തിരുവനന്തപുരത്ത് നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? 2 മണിക്കാണല്ലോ നമ്മൾ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് ആരംഭിക്കുന്നത്, നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക് ആരംഭിക്കുന്നത്. പ്രേക്ഷകർ എന്തിനു വേണ്ടിയാണ് ഈ പരിപാടി കാണേണ്ടത്? പ്രേക്ഷകർ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ദിലീപ്, നമുക്കറിയാം നാടിൻ്റെ ഉത്സവമായി, ജനോത്സവമായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. 140 മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ജയിച്ച് കയറാൻ പോകുന്നത്, ഏതൊക്കെ മുന്നണികൾക്കാണ് വിജയം വരാൻ പോകുന്നത് എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി നാട്ടുകാർ കാത്തിരിക്കുന്ന മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പ്രചാരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അത്യുച്ച സ്ഥായിയിലേക്ക് പ്രചാരണം മാറിയിരിക്കുന്നു. വോട്ടത്തോൺ തുടങ്ങുന്നതോടുകൂടി 140 മണ്ഡലങ്ങളിലെയും ജനമനസ്സിലൂടെ 24 നടത്തുന്ന യാത്രയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ജനം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഒരു 3-ാം വട്ടവും ഒരു ഭരണ തുടർച്ചയുടെ സാധ്യതയാണോ, അതോ പ്രതിപക്ഷം പറയുന്നത് പോലെ അവർക്കൊരവസരം കൊടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ടോ? വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് NDA പ്രതീക്ഷിക്കുമ്പോൾ അവർക്കൊപ്പം ജനമനസ്സ് നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ വലിയ ശക്തമായ പോരാട്ടം 3 മുന്നണികളും കാഴ്ചവെക്കാൻ ഒരുങ്ങുമ്പോൾ ജനങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അവർ അതത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അവരുടെ ആലോചനകൾ എന്തൊക്കെയാണ്, ആരെയാണ് അവർ ഇത്തവണ ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു വോട്ടർ ഒരുപക്ഷെ ആർക്ക് വോട്ട് ചെയ്യുന്നു, ഏത് മുന്നണിക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പഠിച്ചാൽ പോലും അവർ എങ്ങനെയാണ് ഈ ഭരണത്തെ വിലയിരുത്തുന്നത്, അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ഈ നാടിനെ വികസനത്തിലേക്കും ഭാവി പുരോഗതിയിലേക്കും ഒക്കെ നയിക്കാൻ അവരുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോകുന്നു. 2 മണി മുതൽ തുടങ്ങുന്ന വോട്ടത്തോണിൽ നമ്മൾ പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക്, സാധാരണക്കാരായ സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള ജനങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിലീപ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേമം മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കിള്ളിപ്പാലം എന്ന സ്ഥലത്താണ്. കിള്ളിപ്പാലത്തിന് ഇന്നത്തെ ഒരു പ്രത്യേകത, ഇവിടെ നിന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത്. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് ഈ റോഡ് ഷോ നീളുക. നമുക്കറിയാം തീ പാറുന്ന ഒരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് നേമം. 3 മുന്നണികളും ഒരുപോലെ വിജയം അവകാശപ്പെടുകയും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു എന്ന സവിശേഷതയാണ് നേമം മണ്ഡലത്തിനുള്ളത്. തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, BJPയെ സംബന്ധിച്ചവർക്ക് ഒരേ ഒരു MLA ആണ്, ഒരേ ഒരാളാണ് അവർക്ക് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞത്. അത് നേമം മണ്ഡലത്തിൽ നിന്ന് 2016 O രാജഗോപാലിനെ ആയിരുന്നു. ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ നേമത്തുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വലിയ ശുഭപ്രതീക്ഷയിൽ, വിജയപ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥി നിൽക്കുന്നു. എന്നാൽ ഇരട്ടത്താഴിട്ട് പൂട്ടിയിട്ടുണ്ട് നേമത്തെ എന്നാണ് ഇവിടെ 2011-ലും 2021-ലും ജയിച്ചു കയറിയ V ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെതിരെ ചില ആരോപണങ്ങളൊക്കെ 2016-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDFന്റെ ഘടകകക്ഷിയെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും ഇത്തവണ വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കോൺഗ്രസും തയ്യാറായിരിക്കുന്നു, UDFും തയ്യാറായിരിക്കുന്നു. K ശബരിനാഥനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. 3 പേരും ഒരുപോലെ ഒരു വിഷയത്തിൽ തട്ടി നടത്തിയ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. അത് വികസനം സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറുണ്ടോ എന്നതായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ V ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്, പ്രധാനമന്ത്രി ഇവിടെ വന്നിറങ്ങുമ്പോൾ നേമത്ത് നടത്തിയിട്ടുള്ള വികസനങ്ങളൊക്കെ ഒന്ന് കാണൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. SDPI വോട്ട് വിവാദം തൊട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ഡീൽ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ നേമത്തെ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിള്ളിപ്പാലത്ത് നിന്നാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഗതാഗത നിയന്ത്രണമുണ്ട്, അതിൻ്റെ തിരക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേമത്തെ സംബന്ധിച്ച് നേമത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കാൻ പോകുന്നത്, എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത നേമം മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അതിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ പോകുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ എന്തൊക്കെയാണ്, പുറമേ നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾക്കപ്പുറത്ത് ഇതിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളായിരിക്കുമോ നേമ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചേച്ചി വോട്ട് ചെയ്യില്ലേ? ചേട്ടാ വോട്ട് ചെയ്യും. ഇവിടെ എവിടെയാണ് മണ്ഡലം, ഏത് മണ്ഡലം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കരമായ തിരക്ക് ഉണ്ട് ദിലീപ്. അത് ഈ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. കിള്ളിപ്പാലത്തെ ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. കിള്ളിപ്പാലത്ത് നിന്ന് കരമന വരെയുള്ള റോഡ് ഷോ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ തിരുവല്ലയിലെത്തി അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് BJP ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഡീൽ വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ BJP അവരുടെ നിലപാട് വ്യക്തമാക്കുക എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും ദിലീപ്, ഇനി 2 മണി മുതൽ തുടങ്ങുന്ന വോട്ടത്തോടിൽ നമ്മൾ ജനമനസ്സിലൂടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത്, അവരുടെ പൾസ് എന്താണ് എന്ന് പ്രേക്ഷകരുടെ 24-ന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വോട്ടത്തോൺ ചെയ്യാൻ പോകുന്നത്. അതിലൂടെ ഒരുപക്ഷെ നമുക്ക് ഓരോ മണ്ഡലത്തിലെയും ജയപരാജയ സാധ്യതകളെ
അതിൻ്റെ ഏറ്റവും മുകൾ തട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. അതേസമയം തന്നെ എല്ലാ ഇടങ്ങളിലും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ട് എന്ന കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. ദിലീപ്, അപ്പോൾ 2 മണി മുതൽ 24-ലെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കാണാം വോട്ടത്തൂണിലൂടെ കേരളത്തിലെ ജനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ 5 ദിവസം മാത്രം അകലെ നമ്മുടെ വോട്ടെടുപ്പ് ദിനം നിൽക്കുമ്പോൾ എന്താണ് കേരളത്തിലെ ജനം രാഷ്ട്രീയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നറിയാൻ ദിലീപ്. പ്രവചനാതീതമായ 2 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമും KR ഗോപികൃഷ്ണനും നിൽക്കുന്നത്. KR ഗോപികൃഷ്ണൻ നിൽക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന നേമം മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നേമം മണ്ഡലത്തിൽ റോഡ് ഷോയ്ക്കായി എത്തിച്ചേരുന്നുണ്ട്. മറ്റൊരു മണ്ഡലം പെരിന്തൽമണ്ണയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകിയത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. കഴിഞ്ഞ തവണ 38 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമുണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇത്തവണ വീറും വാശിയുമേറിയ പോരാട്ടമാണ്. പ്രേക്ഷകർ കാത്തിരിക്കുക. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക്, നാടിൻ്റെ ന്യൂസ് ഡെസ്ക്, നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കായി മാറുന്നതിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനമനസ്സിലൂടെ 24 അവതാരകർ SKN-നൊപ്പം ചേർന്ന് സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി, പ്രത്യേക പരിപാടിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക്, അതായത് അല്പസമയത്തിനകം തുടക്കം കുറിക്കുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.